വെൽക്കം ടു പി എസ് സി വേൾഡ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങൾ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിന്റെ ഒരു സബ് ടോപ്പിക്കായ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന ടോപ്പിക്കാണ്. പി എസ് സി പരീക്ഷകൾക്ക് റാങ്ക് നിർണ്ണയിക്കത്തക്ക അത്രയും പ്രാധാന്യമുള്ളൊരു ടോപ്പിക്കാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്നുള്ളത്. നമ്മൾ ഈ ടോപ്പിക്ക് ഈ ഒരു ക്ലാസ്സിൽ മുഴുവനും 55 ചോദ്യങ്ങളും അതിന്റെ വിശദീകരണത്തോടും കൂടി മുഴുവനായും ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിക്ക് LGS ലെവൽ മുതൽ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വരെയുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 1986-ലാണ്. നമുക്കറിയാം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെ, രാജീവ് ഗാന്ധിയുടെ കാലത്തില് 1986-ലാണ് ആദ്യമായി ഈ നിയമം വരുന്നത്. എന്നാൽ ഈ നിയമം പിന്നീട് പിൻവലിച്ചുകൊണ്ട് അതിന് പകരമായി പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പാർലമെന്റ് പാസാക്കുകയുണ്ടായി. അങ്ങനെ 2020 ജൂലൈ 20 ഈ നിയമം നിലവിൽ വന്നു. അപ്പോൾ പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2020 ജൂലൈ 20 2020 ജൂലൈ 20 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ സ്ഥാപനം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. അദ്ദേഹത്തിന് സേവനം നൽകുക വഴി നാം അദ്ദേഹത്തോട് ഔദാര്യമല്ല കാണിക്കുന്നത്, മറിച്ച് അദ്ദേഹത്തെ സേവിക്കുവാനുള്ള അവസരം നമുക്ക് നൽകുന്നതിലൂടെ അദ്ദേഹമാണ് നമ്മളോട് ഔദാര്യം കാട്ടുന്നത്. ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണ്, മഹാത്മാഗാന്ധിയാണ് ഇങ്ങനെ പറഞ്ഞത്. എന്താണ്? നമ്മുടെ സ്ഥാപനം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. അദ്ദേഹത്തിന് സേവനം നൽകുക വഴി നാം അദ്ദേഹത്തോട് ഔദാര്യമല്ല കാണിച്ചത്, മറിച്ച് അദ്ദേഹത്തെ സേവിക്കുവാനുള്ള അവസരം നമുക്ക് നൽകുന്നതിലൂടെ അദ്ദേഹമാണ് നമ്മളോട് ഔദാര്യം കാട്ടുന്നത്. ഈ ഉദ്ധരണി മഹാത്മാഗാന്ധിയുടെയാണ്. അടുത്ത ചോദ്യം, ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ്? ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24 ഡിസംബർ 24 എന്ത് ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത്. അതുപോലെ മാർച്ച് 15 അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ മാർച്ച് 15 അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനവും ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായിട്ടും ആചരിക്കുന്നു. അടുത്തത്, 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരമായി പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷമാണ് 2019. 2019 പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്നത്. ഓക്കെ, 2019 ഓഗസ്റ്റ് 9 രാഷ്ട്രപതി ഒപ്പുവെച്ച പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2020 ജൂലൈ 20 നിലവിൽ വന്നത്. നമ്മൾ മേലിൽ പറഞ്ഞല്ലേ, 2020 ജൂലൈ 20 നിലവിൽ വന്നത്. അടുത്തത്, 2019 പാസാക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പുതിയ വ്യവസ്ഥ എന്താണ്, അല്ലെങ്കിൽ വ്യവസ്ഥകൾ എന്താണെന്നാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. 10 വ്യവസ്ഥകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. ആ 10 കാണാപ്പാഠം പഠിക്കേണ്ടതില്ല, മനസ്സിലാക്കിയാൽ മാത്രം മതി. കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമില്ല, നമ്മൾ മനസ്സിലാക്കണം. ഇത് കാര്യം പരീക്ഷയ്ക്ക് ഇന്നത് ഇല്ല അല്ല എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തെറ്റത്തില്ല. മറിച്ച് കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് വിട്ടുപോയാൽ പോകും. പ്രത്യേകിച്ച് ഈ പുതിയ അവസ്ഥകളെ പറ്റി പ്രസ്താവന രീതിയിലേ ചോദിക്കാൻ കഴിയുള്ളൂ പി എസ് സിക്ക്. അപ്പൊ യെസ് ഓർ നോ ആയിട്ട് ചോദിക്കാൻ പാടായിരിക്കും കുറച്ച്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയായിരിക്കും ഓപ്ഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പുതിയ വ്യവസ്ഥകൾ എന്ന് നോക്കാം. ഇ കൊമേഴ്സ് ചരക്ക് മടക്കി വിളിക്കാം, പിന്നെ ഓൺലൈനായി പരാതി സമർപ്പിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒന്നുകൂടെ പറയുന്നു, ഇ കൊമേഴ്സ് ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരിക എന്നത് ഒന്നാമത്തേതാണ്. രണ്ടാമത്തെ എന്താണ്? ചരക്ക് മടക്കി വിളിക്കാം. ഓക്കെ, പിന്നെ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കുക, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, ഉൽപ്പന്ന ബാധ്യത കർശനമാക്കി തർക്കങ്ങൾ പരിഹരിക്കുന്നത് എളുപ്പത്തിലാക്കുക, മധ്യസ്ഥതയിലൂടെ തർക്കപരിഹാരം, ഓൺലൈനായി പരാതി നൽകുവാനുള്ള അവസരം, വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഹിയറിംഗിൽ പങ്കെടുക്കാം, പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ പരാതി നൽകാം. വേണമെങ്കിൽ പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാൻ കഴിയില്ല എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഓൺലൈനായി പരാതി നൽകാൻ കഴിയില്ല എന്നും വേണേൽ ചോദിക്കാം. അങ്ങനെയായിരിക്കും പ്രസ്താവന ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിത് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. എന്തൊക്കെയാണ് 10 എന്നുള്ളത് ഒന്നുകൂടെ പറയാം. ആദ്യത്തെ പോയിന്റ് എന്താണ്? ചരക്ക് മടക്കി വിളിക്കാം.
2. ഇ കൊമേഴ്സ് ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരിക. അടുത്തത് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കുക. 4. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ കർശന നടപടി. 5. ഉൽപ്പന്ന ബാധ്യത കർശനമാക്കി. 6. തർക്കങ്ങൾ പരിഹരിക്കുന്നത് എളുപ്പത്തിലാക്കുക. 7. മധ്യസ്ഥതയിലൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മധ്യസ്ഥതയിലൂടെ തർക്ക പരിഹാരം. ഇനി 8. ഓൺലൈനായി പരാതി നൽകാനുള്ള അവസരം. 9. വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഹിയറിംഗിൽ പങ്കെടുക്കാം. 10. പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം. ഈ 9 മുകളിലത്തെ ചരക്ക് മടക്കി വിളിക്കാം എന്നതും കൂടി ചേർത്ത് 10 നമ്മൾ പഠിച്ചു വെക്കണം. ഒന്നുകൂടെ പറയാം. 2019 പാസാക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പുതിയ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ചരക്ക് മടക്കി വിളിക്കാം, ഇ കൊമേഴ്സ് ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരിക, ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കുക, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ നടപടി, ഉൽപ്പന്ന ബാധ്യത കർശനമാക്കി, തർക്കങ്ങൾ പരിഹരിക്കുന്നത് എളുപ്പത്തിലാക്കുക, മധ്യസ്ഥതയിലൂടെ തർക്കപരിഹാരം, ഓൺലൈനായി പരാതി നൽകാനുള്ള അവസരം, വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഹിയറിംഗിൽ പങ്കെടുക്കാം, പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം. ഈ 10 പഠിച്ചു വെക്കുക തന്നെ ചെയ്യണം, മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. അടുത്തത് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ എത്ര അധ്യായങ്ങളും സെക്ഷനുകളും ഉണ്ട്? മൊത്തം 8 അധ്യായങ്ങളും 107 സെക്ഷനുകളുമാണുള്ളത്. ഒന്നുകൂടെ പറയാം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ 8 അധ്യായങ്ങളും 107 സെക്ഷനുകളുമാണുള്ളത്. 8 അധ്യായങ്ങളും 107 സെക്ഷനുകളുമാണുള്ളത്. ഓക്കെ. അടുത്തത് ആരാണ് ഉപഭോക്താവ് എന്നാണ് പറയാൻ പോകുന്നത്. ആരാണ് ഉപഭോക്താവ്? വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ എന്തെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളെയാണ് എന്ത് പറയുന്നത്? ഉപഭോക്താവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഉപഭോക്താവാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ എന്തെങ്കിലും സാധനമോ സേവനങ്ങളോ വാങ്ങി ഉപയോഗിക്കുന്ന ആളെ എന്ത് പറയും? ഉപഭോക്താവ് എന്ന് പറയും. മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായിട്ട് സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഉപഭോഗം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവ് അല്ലാത്തത് ആര്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഉപഭോക്താവ് അല്ലാത്തത് ആര്? അപ്പോൾ നോക്കാം. സാധനങ്ങൾ സൗജന്യമായി ലഭിക്കുന്നയാൾ. സാധനങ്ങൾ സൗജന്യമായിട്ട് ലഭിക്കുന്ന ആളെ ഉപഭോക്താവ് എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. സേവനങ്ങൾ സൗജന്യമായി ലഭിക്കുന്ന ആളെ പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ പുനർവിൽപ്പനയ്ക്കോ എന്തെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ സാധനങ്ങൾ വാങ്ങിക്കുന്നവർ, ഈ വിൽക്കാനും വാണിജ്യ ആവശ്യങ്ങൾക്കോ ഒക്കെ വേണ്ടി അങ്ങനെയുള്ളവരെ നമുക്ക് ഉപഭോക്താവ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ 3 കണ്ടീഷൻസ് ഓർത്തിരിക്കുക. സാധനങ്ങൾ സൗജന്യമായിട്ട് കിട്ടുന്ന ആള്, സേവനങ്ങൾ സൗജന്യമായിട്ട് കിട്ടുന്ന ആള്, അതുപോലെ തന്നെ പുനർവിൽപ്പനയ്ക്കോ എന്തെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്കോ വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കുന്നവര്, ഇവരെ ഒന്നും നമുക്ക് ഉപഭോക്താവാണെന്ന് പറയാൻ പറ്റത്തില്ല. ക്ലാസ് ഇത്തിരി സ്പീഡിൽ പറയേണ്ടി വരും, കാരണം നമുക്ക് ഒരു നിശ്ചിത സമയം കൊണ്ട് അത് തീർക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ വളരെ ലെങ്തി ആയിപ്പോ നമ്മുടെ ക്ലാസ്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ ഉപഭോക്താവിന്റെ അവകാശമായത് എന്തൊക്കെയാണ് നോക്കാം. പ്രധാനമായും 6 അവകാശങ്ങളാണ് പറയുന്നത്. അപ്പൊ അത് പഠിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഈ ചോദ്യം നോക്കാം. ഓക്കെ. എന്തൊക്കെയാണ് ഉപഭോക്താവിന്റെ 6? അതായത് 6 അവകാശങ്ങളാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങളായി സൂചിപ്പിച്ചിരിക്കുന്നത്. എത്ര എണ്ണമാണ്? 6 എണ്ണമാണ്. എന്തൊക്കെയാണ് നോക്കാം. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയുവാനുള്ള അവകാശം, അതുപോലെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഇങ്ങനെ 6 എണ്ണമാണ് എന്ത്? ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങളായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഇതാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. തെറ്റിച്ച് ഓപ്ഷനിൽ തരുന്ന ഈ ഒരു സാധനമാണ് 6ാമത്തേത് അല്ലെ. ഒന്നുകൂടെ പറയാം. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയുവാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഓക്കെ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിട്ടുള്ളവയിൽ ഉപഭോക്താവിന്റെ അവകാശമായത് ഏതാണ്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം ഉണ്ടല്ലോ, ഉണ്ട്. അറിയാനുള്ള അവകാശം
അവകാശം ഉണ്ട്. അതുപോലെ തിരഞ്ഞെടുക്കാനുള്ള അവകാശവും ഉണ്ട്. ഇനി അടുത്ത ചോദ്യം, അത് തന്നെയാണ്. ഉപഭോക്താവിന്റെ അവകാശമല്ലാത്തത് ഏതെന്നാണ്. കേൾക്കുവാനുള്ള അവകാശം ഉണ്ട്. പരിഹാരം തേടാനുള്ള അവകാശം ഉണ്ടല്ലോ. ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം ഉണ്ടല്ലോ. ഇനി ഉപഭോക്താവ് ആവശ്യപ്പെടുന്ന വിലയിൽ വസ്തുക്കൾ ലഭ്യമാക്കുക, ഇതൊരു അവകാശമാണോ? അല്ല. അപ്പൊ ഇതാണ് തെറ്റ്. ഓക്കെ. അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകാൻ അവകാശമുള്ളത് ആർക്കൊക്കെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരാതി നൽകാൻ ആർക്കൊക്കെയാണ് അവകാശമുള്ളത് എന്ന്. ഒന്ന്, ഉപഭോക്താവിന് പരാതി കൊടുക്കാം. നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉപഭോക്തൃ സന്നദ്ധ സംഘടനകൾക്ക് പരാതി കൊടുക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരാതി കൊടുക്കാം. മൂന്നെണ്ണമായല്ലോ. ഇനി കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റിക്ക് പരാതി കൊടുക്കാം. ഒരേ താല്പര്യമുള്ള നിരവധി ഉപഭോക്താക്കൾക്ക് ഒന്നിച്ചോ അല്ലാതെയോ പരാതി കൊടുക്കാം. ഇനി ഉപഭോക്താവ് മരിച്ചാൽ ആ ഉപഭോക്താവിന്റെ നിയമപരമായിട്ടുള്ള അവകാശികൾക്ക് പരാതി കൊടുക്കാം. അതുപോലെ ഉപഭോക്താവ് പ്രായപൂർത്തിയായ വ്യക്തി അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാവിനോ പരാതി കൊടുക്കാവുന്നതാണ്. അങ്ങനെ 4, 3, 7 എണ്ണമാണ് പരാതി നൽകാൻ അവകാശമുള്ളത് ആർക്കൊക്കെ എന്ന ഭാഗത്തിൽ വരുന്നത്. 7 എണ്ണം മനസ്സിലാക്കുക തന്നെ വേണം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഉപഭോക്താവിന് പരാതി നൽകാം. അതുപോലെ തന്നെ നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉപഭോക്തൃ സന്നദ്ധ സംഘടനകൾക്ക് പരാതി നൽകാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരാതി നൽകാം. കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റിക്ക് പരാതി നൽകാം. ഒരേ താല്പര്യമുള്ള നിരവധി ഉപഭോക്താക്കൾക്ക് ഒന്നിച്ചോ അല്ലാതെയോ പരാതി നൽകാം. ഉപഭോക്താവ് മരിച്ചാൽ ആ ഉപഭോക്താവിന്റെ നിയമപരമായിട്ടുള്ള അവകാശികൾക്ക് പരാതി നൽകാം. അതുപോലെ ഉപഭോക്താവ് പ്രായപൂർത്തിയായ ആൾ അല്ല എങ്കിൽ മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാവിനോ പരാതി നൽകാവുന്നതാണ്. ഈ 7 എണ്ണം പഠിച്ചു വെക്കുക തന്നെ വേണം. അടുത്തത്, 2020 നിലവിൽ വന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ സംബന്ധിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശരി ഏത് എന്നാണ്. ഓക്കെ, ഓപ്ഷൻ 1ഉം 2ഉം ശരിയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം 2 വർഷത്തിനുള്ളിൽ ഉപഭോക്താവിന് ലഭിച്ച സേവനത്തെ സംബന്ധിച്ചോ സാധനത്തെ സംബന്ധിച്ചോ മാത്രമാണ് പരാതി നൽകാൻ സാധിക്കുന്നത്. ഓർത്തിരിക്കുക, 2 വർഷം അല്ലെ, 2 വർഷത്തിനുള്ളിൽ ലഭിച്ച സേവനത്തെ സംബന്ധിച്ചോ സാധനത്തെ സംബന്ധിച്ചോ മാത്രമാണ് പരാതി നൽകാൻ സാധിക്കുന്നത്. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഓൺലൈനായി പരാതി നൽകാം. നമ്മൾ മേളിൽ പറഞ്ഞു, അതും ശരിയാണ്. ഓക്കെ. അടുത്തത്, 2 വർഷം എന്നുള്ളത് ഓർത്തിരിക്കുക. 2 വർഷത്തിനുള്ളിലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഈ പറയുന്ന പരാതി കൊടുക്കാൻ കഴിയുകയുള്ളൂ. അടുത്ത ചോദ്യം, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉപഭോക്തൃ സംരക്ഷണ സമിതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് അധ്യായത്തിലാണ്? അധ്യായം 2ലാണ് സമിതികളെ പറ്റി പറയുന്നത്. ഇനി സമിതി എന്താണ്, ബാക്കി ഈ പറയുന്ന അധ്യായങ്ങൾ എന്തൊക്കെയാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നതെന്നൊക്കെ നമ്മൾ താഴോട്ട് വിശദമായിട്ട് പഠിക്കും. ഓപ്ഷൻ 3 എന്താണ്? അധ്യായം 3 നോക്കാം നമുക്ക്. ഉപഭോക്തൃ സംരക്ഷണ സമിതികളെ കുറിച്ച് അധ്യായം 2ലും ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ച് അധ്യായം 3ലും തർക്കപരിഹാര കമ്മീഷനെ കുറിച്ച് 4ലും പ്രതിപാദിക്കുന്നു. ഈ നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ, പിഴകൾ എന്നിവയെ കുറിച്ച് പറയുന്നത് 7ാം അധ്യായത്തിലുമാണ് അല്ലെ. അപ്പൊ നമ്മൾ 2 മുതൽ 7 വരെ എത്തി. ഇനി ഇതിന്റെ ഇടയ്ക്ക് 5 മാറുമുണ്ട്. 5 മാറും, അത് നമ്മൾ താഴെ പഠിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോയിന്റ് ഓർത്തിരിക്കുക. അധ്യായം 2ൽ എന്താണ്? ഉപഭോക്തൃ സംരക്ഷണ സമിതികളെ കുറിച്ച് പറയുന്നത്. സമിതിയാണ് ആദ്യം, സമിതി 2ല്. ഇനി 3ല് വരുന്ന അധ്യായം 3ല് വരുന്നത് എന്താണ്? ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ച് 3ൽ പറയുന്നു. ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനെ കുറിച്ച് 4ൽ പറയുന്നു. ഈ നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ, പിഴകൾ എന്നിവയെ സംബന്ധിച്ച് അധ്യായം 7ൽ പറയുന്നു. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് നമ്മളിപ്പോ പറഞ്ഞ അധ്യായം 2ലെ ഉപഭോക്തൃ സമിതികൾ എന്ന് നോക്കാം. ഉപഭോക്തൃ സമിതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താക്കളിൽ ഉപഭോക്തൃ സംരക്ഷണ അവബോധം വളർത്തുന്നതിനും ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിനും ഉപഭോക്താക്കൾക്ക് നിയമസഹായം നൽകുന്നതിനും ഉപഭോക്തൃ സംരക്ഷണ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് സർക്കാരിനെ ഉപദേശിക്കുന്നതിനും വേണ്ടി ദേശീയ, സംസ്ഥാന, ജില്ലാ തലത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഉപദേശക സമിതികളാണെന്ത്? ഉപഭോക്തൃ സമിതികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. എന്താണ്? പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഉപദേശക സമിതിയാണെന്ത്?
ഈ ഉപഭോക്തൃ സമിതികൾ എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശക സമിതികളാണെന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താക്കളിൽ ഉപഭോക്തൃ സംരക്ഷണ അവബോധം വളർത്തുന്നതിനും ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിനും ഉപഭോക്താക്കൾക്ക് നിയമസഹായം നൽകുന്നതിനും ഉപഭോക്തൃ സംരക്ഷണ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് സർക്കാരിനെ ഉപദേശിക്കുന്നതിനും വേണ്ടി ദേശീയ, സംസ്ഥാന, ജില്ലാ തലത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഉപദേശക സമിതികളാണെന്ത്? ഉപഭോക്തൃ സമിതികൾ. ഇവ പ്രതിപാദിക്കുന്നത് അധ്യായം 2-ലാണ്. എത്രയിലാണ്? 2-ലാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഉപഭോക്തൃ സമിതി ഇന്ത്യയിൽ എത്ര തലങ്ങളിൽ പ്രവർത്തിക്കുന്നു? നമ്മൾ മേളിൽ പറഞ്ഞല്ലേ, ദേശീയ, സംസ്ഥാന, ജില്ലാ തലത്തിൽ. അങ്ങനെ 3 തലത്തിൽ പ്രതിപാദിക്കുന്നു. 3 തലങ്ങളിലായാണ് ഉപഭോക്തൃ സമിതി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഇത് കേന്ദ്ര ഉപഭോക്തൃ സമിതി, സംസ്ഥാനം, ജില്ലാ ഉപഭോക്തൃ സമിതി. അങ്ങനെ 3 തലത്തിൽ പ്രവർത്തിക്കുന്നു. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി അങ്ങോട്ട് പറയുന്നത്. കേന്ദ്ര ഉപഭോക്തൃ സമിതിയുടെ അധ്യക്ഷനാണ് കേന്ദ്ര ഉപഭോക്തൃ വകുപ്പ് മന്ത്രി. കേന്ദ്ര ഉപഭോക്തൃ വകുപ്പ് മന്ത്രിയാണ് നിലവിൽ ആരാണ്? പ്രഹ്ലാദ് ജോഷിയാണ് അല്ലെ, പ്രഹ്ലാദ് ജോഷിയാണ്. ഇനി കേന്ദ്ര ഉപഭോക്തൃ സമിതി വർഷത്തിൽ കുറഞ്ഞത് ഒരു തവണ മീറ്റിംഗ് കൂടിയാൽ മതി. ഒരു തവണ മീറ്റിംഗ് കൂടിയാൽ മതി. എവിടെ? കേന്ദ്ര ഉപഭോക്തൃ സമിതി ആണെങ്കിൽ വർഷത്തിൽ ഒരു തവണ, ജില്ലയും സംസ്ഥാനവും ആണെങ്കിലോ 2 തവണ. കേന്ദ്രത്തിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? അത് കേന്ദ്ര ഉപഭോക്തൃ വകുപ്പ് മന്ത്രി ആയിരിക്കും. ഇനി സംസ്ഥാന തലത്തിൽ വരുമ്പോൾ ആരായിരിക്കും? അത് ആരാണ്? സംസ്ഥാന ഉപഭോക്തൃ വകുപ്പ് മന്ത്രിയായിരിക്കും. നിലവിൽ ആരാണ്? ജി അനിലാണ് അല്ലെ. നിലവിൽ ആരാണ്? GR അനിലാണ് കേരളത്തിലെ ഭക്ഷ്യ ഉപഭോക്തൃ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. ഇനി സംസ്ഥാന ഉപഭോക്തൃ സമിതി വർഷത്തിൽ കുറഞ്ഞത് 2 തവണ സമ്മേളിക്കണം. ഇനി ജില്ലാ തലത്തിലേക്ക് വരുമ്പോഴോ ജില്ലാ ഉപഭോക്തൃ സമിതിയുടെ അധ്യക്ഷൻ ജില്ലാ കളക്ടർ ആയിരിക്കും. ജില്ലാ കളക്ടർ. ഇനി ജില്ലാ ഉപഭോക്തൃ സമിതി വർഷത്തിൽ കുറഞ്ഞത് 2 തവണയെങ്കിലും സമ്മേളിക്കണം അല്ലെ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ദേശീയ തലത്തിൽ വരുമ്പോൾ കേന്ദ്ര ഉപഭോക്തൃ സമിതി, അതിന്റെ അധ്യക്ഷൻ കേന്ദ്ര ഉപഭോക്തൃ വകുപ്പ് മന്ത്രിയാണ്. വർഷത്തിൽ ഒരു തവണ മീറ്റിംഗ് കൂടിയിരിക്കണം. സംസ്ഥാനത്തിൽ വരുമ്പോൾ ആരാണ്? സംസ്ഥാന ഉപഭോക്തൃ വകുപ്പ് മന്ത്രിയാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തിലും 2 തവണ മീറ്റിംഗ് കൂടിയിരിക്കണം വർഷത്തില്. ഇനി ജില്ലയിൽ വരുമ്പോൾ ജില്ലാ കളക്ടറാണ് അധ്യക്ഷൻ. ജില്ലയിലും എന്താണ്? 2 തവണ സമ്മേളനം ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ചോദ്യം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 10 പ്രകാരം കേന്ദ്ര തലത്തിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അഥവാ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കാണുന്നത്. ഇതില് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്ന് തന്നെ പഠിച്ചു വെക്കണം. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് മാത്രം പഠിച്ചു വെക്കാതെ. കാരണം ഈ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്നത് മലയാളത്തിലാക്കി പരീക്ഷയ്ക്ക് ചോദിക്കും. വകുപ്പ് 10-ലാണ്. വകുപ്പ് 10 പ്രകാരമാണ് സ്ഥാപിതമായത് അല്ലെ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പുതുതായി ഉൾപ്പെടുത്തിയ സ്ഥാപനമാണിത്. LD ക്ലർക്ക് ഈ പറയുന്ന ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് ചോദിച്ചിരുന്നു അല്ലെ ഇത്തവണ. അതായത് ഈ ഒരു ചോദ്യം പുതുതായി ഉൾപ്പെടുത്തിയ സ്ഥാപനമാണ് ഇത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അഥവാ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. വകുപ്പ് 10 പ്രകാരം കേന്ദ്ര തലത്തിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ഇത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഇത് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പുതുതായി ഉൾപ്പെടുത്തിയ ഒരു സ്ഥാപനമാണ്. നമുക്കറിയാം, നമ്മൾ മേളിൽ പറഞ്ഞല്ലേ, ഇത് അധ്യായം 3-ലാണ് ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സമിതിയെ കുറിച്ചാണെങ്കിലോ അധ്യായം 2-ലാണ്. അധ്യായം 3-ലാണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അധ്യായം 3-ൽ. ഇനി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അഥവാ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപീകൃതമായത് 2020 ജൂലൈ 24-ലാണ്. 2020 ജൂലൈ 24-ലാണ്. നമുക്കറിയാം 2020 ജൂലൈ 20-നാണ് ഈ നിയമം നിലവിൽ വന്നത്. അതിനുശേഷം 4 ദിവസം ഓർത്തിരിക്കാം നമുക്ക് അല്ലെ. ഇത് പുതുതായിട്ട് സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് അല്ലെ. അപ്പൊ കുറച്ച് ദിവസം എടുത്തു. 20 കഴിഞ്ഞിട്ട് ഒരു 4-ാമത്തെ ദിവസമാണ് ഇത് സ്ഥാപിക്കുന്നത് അല്ലെ. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അഥവാ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സ്ഥാപിതമായത് 2020 ജൂലൈ 24-ലാണ്. അടുത്തത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ ആദ്യ ചെയർമാനാണ് നിധി ഖാരെ. ആരാണ്? നിധി ഖാരെയാണ് അല്ലെ. ഇനി അടുത്ത ചോദ്യം, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന്. ചുമതലകൾ ഓക്കെ. ഉപഭോക്താക്കളുടെ അവകാശ ലംഘനത്തെ പറ്റി പരിശോധിക്കുക, അന്യായമായ വ്യാപാരം തടയുക, പൊതു താല്പര്യമില്ലാത്തതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരസ്യങ്ങളെ പറ്റി പരിശോധിക്കുക. അതുപോലെ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സംരക്ഷിക്കുക എന്നതും
സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ ചുമതലകളാണ്. മൊത്തവും 5 കാര്യങ്ങളാണ് അല്ലെ. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ ചുമതലകൾ 5 എണ്ണമാണ്. എന്തൊക്കെയാണ്? ഉപഭോക്താക്കളുടെ അവകാശ ലംഘനത്തെ പറ്റി പരിശോധിക്കുക, അന്യായമായ വ്യാപാരം തടയുക, പൊതുതാൽപര്യമില്ലാത്തതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരസ്യങ്ങളെ പരിശോധിക്കുക, ഉപഭോക്താവിന്റെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അവ സംരക്ഷിക്കുക എന്നതാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ ചുമതല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ്? 3ഉം ശരിയാണ്. അപ്പൊ നമുക്ക് വായിച്ചു പോകാം ഉത്തരം. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ചീഫ് കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഒന്നുമില്ല, ഇതിനകത്തുള്ള കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ചീഫ് കമ്മീഷണർമാരെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ ഇവരെ നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? കേന്ദ്ര സർക്കാർ തന്നെയാണ്. അതുപോലെ തന്നെ ഇവർ രാജിക്കത്ത് നൽകേണ്ടതും കേന്ദ്ര സർക്കാരിന് തന്നെയാണ്. ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിലോ സ്വമേധയാലോ പരാതിയുടെ അടിസ്ഥാനത്തിലോ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ അന്വേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഡയറക്ടർ ജനറൽ എന്നറിയപ്പെടുന്നു. ഡയറക്ടർ ജനറലിനെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. കേന്ദ്ര സർക്കാർ നിർദ്ദേശത്താലോ സ്വമേധയാലോ പരാതിയുടെ അടിസ്ഥാനത്താലോ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ അന്വേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ അറിയപ്പെടുന്നത് ഡയറക്ടർ ജനറൽ എന്നാണ്. ഡയറക്ടർ ജനറലിനെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് അന്വേഷണ അധികാരമുണ്ട്. ഓക്കെ, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് അന്വേഷണ അധികാരമുണ്ട്. അതിൽ പ്രകാരം ഡയറക്ടർ ജനറൽ, ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താം അല്ലെ. അപ്പൊ ആർക്കൊക്കെയുണ്ട്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്കുണ്ട്, ജില്ലാ കളക്ടർക്കുണ്ട്, പിന്നെ ആർക്കാണുള്ളത്? ഡയറക്ടർ ജനറൽക്കും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരി ഏത് എന്നാണ്? ഓക്കെ, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ പരാതികളിൽ അന്വേഷണം നടത്താനുള്ള അധികാരം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്കുണ്ട്. ശരിയാണ്. അതുപോലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ പരാതികളിൽ ജില്ലാ കളക്ടർക്കും അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ട്. രണ്ടും ശരിയാണ് അല്ലെ. ഒന്നുകൂടെ പറയാം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് അന്വേഷണ അധികാരമുണ്ട്. അതിൽ പ്രകാരം ഡയറക്ടർ ജനറൽ, ജില്ലാ കളക്ടർ എന്നിവർക്കും പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താവുന്നതാണ്. അടുത്ത ചോദ്യം. തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരസ്യങ്ങൾക്കെതിരെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് എത്ര രൂപ വരെ പിഴ ചുമത്താം? 10 ലക്ഷം രൂപ വരെ. എത്ര രൂപ എന്നാണ് ചോദ്യം? 10 ലക്ഷം രൂപ വരെ. 2 വർഷം അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വരെയാണ്. ഇവിടെ ചോദ്യം എന്താണ്? എത്ര രൂപ വരെ പിഴ ചുമത്താവുന്നതാണ്? തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരസ്യങ്ങൾക്കെതിരെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് 10 ലക്ഷം രൂപ വരെ പിഴ ചുമത്താം. അതുപോലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 21 പ്രകാരമാണ് പിഴ ചുമത്തുന്നത്. സെക്ഷൻ 21 പ്രകാരമാണ് പിഴ ചുമത്തുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിയമലംഘനം പിന്നെയും തുടർന്നാൽ 50 ലക്ഷം രൂപ വരെ പിഴ ചുമത്താവുന്നതാണ്. ഈ 10 ലക്ഷം രൂപ പിന്നീട് 50 ലക്ഷം രൂപ വരെ പിഴയാക്കാൻ പറ്റും. എങ്ങനെ? ഈ നിയമലംഘനം പിന്നെയും തുടർന്നാൽ സെക്ഷൻ 21 പ്രകാരമാണ് പിഴ ചുമത്തുന്നത്. തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരസ്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഈ നിയമവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കുറ്റങ്ങളും അതുപോലെ തന്നെ പിഴകളെയും പറ്റി ഒന്ന് നോക്കാം. മായം ചേർന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതും വിൽക്കുന്നതും വിതരണം ചെയ്യുന്നതിനുമുള്ള ശിക്ഷ അല്ലെ. നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 വകുപ്പ് 90 പ്രകാരം മായം ചേർന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ പിഴ ചുമത്തപ്പെടും. വകുപ്പ് 90 പ്രകാരമാണ് മായം ചേർന്ന ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷയെ പറ്റി പറയുന്നത്. മായം കലർന്ന ഉൽപ്പന്നം ഉപഭോക്താവിന് പരിക്കേൽപ്പിക്കുന്നില്ലെങ്കിൽ, ഒരു പരിക്കും ഏൽപ്പിക്കുന്നില്ലെങ്കിൽ പോലും മായം കണ്ടുപിടിച്ചാൽ തന്നെ 6 മാസത്തെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. ഓക്കെ, ഒന്നുകൂടെ പറയാം. മായം കലർന്ന ഉൽപ്പന്നം ഉപഭോക്താവിന് പരിക്കേൽപ്പിക്കുന്നില്ലെങ്കിൽ തന്നെ 6 മാസത്തെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും, മായം കണ്ടുപിടിച്ചാൽ തന്നെ. ഇനി അടുത്ത പോയിന്റ്. മായം കലർന്ന ഉൽപ്പന്നം ഗുരുതരമായ പരിക്കേൽപ്പിക്കാത്ത പരിക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തടവ് ശിക്ഷ 1 വർഷം വരെ നീണ്ടു നിൽക്കും. അതുപോലെ 3 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. ഇനി ഗുരുതരമായ പരിക്കൊന്നും ഏറ്റില്ല, ചെറുതായിട്ടൊരു പരിക്കേറ്റു, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്നേ? നേരത്തെ ഒരു കുഴപ്പവും ഇല്ലാത്തപ്പോൾ തന്നെ 6 മാസം കിട്ടി. അപ്പൊ ഇവിടെ എന്തായി മാറും?
1 വർഷം വരെ ശിക്ഷ കിട്ടും. അതുപോലെ തന്നെ 1 ലക്ഷം എന്നുള്ളത് 3 ലക്ഷം രൂപ വരെയായിട്ട് പിഴയും ലഭിക്കും. ഓക്കെ, ഇനി മായം കലർന്ന ഉൽപ്പന്നം ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന വിധത്തിൽ പരിക്കേൽപ്പിക്കുകയാണെങ്കിൽ തടവ് ശിക്ഷ 7 വർഷം വരെ നീണ്ടു നിൽക്കും. 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് അല്ലേ. ഇനി മായം കലർന്ന ഉൽപ്പന്നം ഗുരുതരമായ പരിക്കേൽപ്പിച്ചുവെങ്കിൽ തടവ് ശിക്ഷ 7 വർഷം വരെ നീണ്ടു നിൽക്കുകയും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. അടുത്തയാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഉൽപ്പന്നം ഉപഭോക്താവിന്റെ മരണത്തിനിടയാക്കിയാൽ 7 വർഷത്തെ തടവ് ശിക്ഷയും അല്ലെങ്കിൽ ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും. ഓക്കെ, ഉപഭോക്താവിന്റെ മരണത്തിന് ഇടയാക്കിയാൽ 7 വർഷം അല്ലെങ്കിൽ ജീവപര്യന്തം തടവോ 10 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി വ്യാജ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതും വിൽക്കുന്നതും വിതരണം ചെയ്യുന്നതിനുമുള്ള ശിക്ഷ സെക്ഷൻ 91 പറയുന്നത്, അതായത് സെക്ഷൻ 91 പറയുന്നത് വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ നിർമ്മിക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അത്തരം പ്രവൃത്തികൾക്ക് ശിക്ഷിക്കപ്പെടും എന്നാണ്. വ്യാജ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട സെക്ഷൻ 91 പറയുന്നത് അവരുടെ ശിക്ഷകളെ പറ്റി. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? സെക്ഷൻ വകുപ്പ് 90 പ്രകാരമുള്ള മായം ചേർക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഇതാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്, ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇത് മാത്രം പരീക്ഷയ്ക്ക് മാറി മാറി ചോദിക്കുന്നത്. ഒന്നുകൂടെ പറയാം. മായം കലർന്ന ഉൽപ്പന്നം ഉപഭോക്താവിന് പരിക്കൊന്നും ഏൽപ്പിച്ചില്ലെങ്കിൽ 6 മാസത്തെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. മായം കലർന്ന ഉൽപ്പന്നം ഗുരുതരമായ പരിക്കേൽപ്പിക്കാതെ ചെറിയ എന്തെങ്കിലും പരിക്കാണ് ഏൽപ്പിച്ചെങ്കിൽ എന്ത് പറ്റും? 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവും 3 ലക്ഷം രൂപ പിഴയും ലഭിക്കും. ഇനി ഗുരുതരമായ പരിക്കേൽപ്പിച്ചാലോ അത് 7 വർഷം വരെ തടവ് ശിക്ഷയും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. ഇനി ഉപഭോക്താവിന് മരണം സംഭവിച്ചാൽ 7 വർഷത്തെ അല്ലെങ്കിൽ ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ വിധിക്കെതിരായ അപ്പീൽ നൽകേണ്ടത് ആർക്കാണ്? ദേശീയ ഉപഭോക്തൃ കമ്മീഷനാണ് അപ്പീൽ നൽകേണ്ടത്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയിലെ അവരുടെ വിധിക്കെതിരായിട്ടുള്ള അപ്പീലിന് പോകേണ്ടത് ദേശീയ ഉപഭോക്തൃ കമ്മീഷനിലാണ്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ വിധിക്കെതിരായി ദേശീയ ഉപഭോക്തൃ കമ്മീഷനിൽ അപ്പീൽ നൽകേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. അപ്പോൾ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ വിധിക്കെതിരായിട്ട് 30 ദിവസത്തിനുള്ളിൽ തന്നെ എവിടെ അപ്പീൽ കൊടുക്കണം? ദേശീയ ഉപഭോക്തൃ കമ്മീഷനിൽ അപ്പീല് കൊടുക്കേണ്ടതുണ്ട്. ഇനി എത്ര തലത്തിലുള്ള ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനാണ് ഇന്ത്യയിലുള്ളത്? 3 തരത്തിൽ അല്ലെ? 3 തരത്തിലാണ് തർക്കപരിഹാര കമ്മീഷൻ. നമ്മൾ പറഞ്ഞു തർക്കപരിഹാര കമ്മീഷനെ പ്രതിപാദിക്കുന്നത് അധ്യായം 4 അല്ലെ? 3 എന്താ ഉള്ളത്? 3 സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ സമിതി എവിടെ? 2 അതും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ പഠിക്കാൻ പോകുന്നത് അധ്യായം 4 പറയുന്ന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇത് എത്ര തരത്തിലുള്ള ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനാണ് ഇന്ത്യയിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 തലത്തിലാണുള്ളത്. ഇതും ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ, സംസ്ഥാനം, അതുപോലെ ദേശീയം. ഓക്കെ, നമുക്ക് നോക്കാം. ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ അധ്യക്ഷൻ ഉൾപ്പെടെ കുറഞ്ഞത് 3 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ജില്ലയില് 3 അംഗങ്ങൾ, ഓർത്തിരിക്കുക. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും 5 അംഗങ്ങൾ, അധ്യക്ഷൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ. ജില്ലാ തലത്തിൽ അധ്യക്ഷൻ ഉൾപ്പെടെ 3 പേര് മതി. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലേക്കും പോകുമ്പോൾ 5 പേര് വേണം. എവിടെയാണ്? ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിലാണ് അല്ലെ? ഓക്കെ, നോക്കാം. ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന്റെ പരിധിയിൽ വരുന്നത് എത്ര രൂപ വരെയുള്ള കേസുകളാണ്? 50 ലക്ഷം രൂപ. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ചോദ്യങ്ങൾ നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമുള്ള അപേക്ഷാ ഫീസുകൾ അല്ലെ? ഓക്കെ, 5 ലക്ഷം രൂപ വരെ 5 ലക്ഷം രൂപ വരെ ഫീസ് ഇല്ല. 5 ലക്ഷം രൂപ വരെ ഫീസ് ഇല്ല. ഓക്കെ, ഇനി 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയോ 200 രൂപ ഫീസ് ഉണ്ട്. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 200 രൂപ ഫീസ്. 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ 400 രൂപ. 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ 1000 രൂപ. എന്നൂടെ പറയാം, 5 ലക്ഷം വരെ ഫീസ് ഇല്ല. ഓക്കെ, ഇനി 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണെങ്കിലോ 200 രൂപ. 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെയാണെങ്കിലോ 400 രൂപ. 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെയാണെങ്കിലോ 1000 രൂപ. ഇനി 50 ലക്ഷം മുതൽ 1 കോടി വരെയാണെങ്കിലോ 2000 രൂപ അല്ലെ? 50 ലക്ഷം മുതൽ 1 കോടി വരെയാണെങ്കിൽ 2000 രൂപ. ഇനി 1 കോടി മുതൽ 2 കോടി വരെയാണെങ്കിലോ 2500 രൂപ.
2 കോടി മുതൽ 4 കോടി വരെയാണെങ്കിൽ 3000 രൂപ, 4 കോടി മുതൽ 6 കോടി വരെയാണെങ്കിൽ 4000 രൂപ, 6 മുതൽ 8 കോടി വരെയാണെങ്കിലോ 5000 രൂപ, 8 കോടി മുതൽ 10 കോടി വരെയാണെങ്കിൽ 6000 രൂപ. ഇനി 10 കോടിക്ക് മുകളിലാണെങ്കിലോ 7500 രൂപയാണ് അപേക്ഷാ ഫീസ്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന്റെ പരിധിയിൽ വരുന്നത് എത്ര രൂപ വരെയുള്ള കേസുകളാണ്? ഇതാണ് ഇപ്പൊ ലാസ്റ്റിൽ നടന്ന കോട്ടയം ജില്ലയുടെ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാല് 50 ലക്ഷം രൂപ വരെയുള്ള കേസുകളാണ് ഇവിടെ ജില്ലാ തലത്തിൽ പരിഗണിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ജില്ലാ തർക്കപരിഹാര കമ്മീഷൻ വിധിക്ക് മേൽ പരാതിക്കാരന് എത്ര ദിവസത്തിനുള്ളിലാണ് മേൽ നടപടിയിൽ അപ്പീൽ നൽകേണ്ടത്? 45 ദിവസം. ജില്ലയിലാണെങ്കിൽ ജില്ലയുടെ പരാതിക്ക് മേൽ മേൽക്കോടതിയിൽ പോകണമെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ അപ്പീലിന് പോകണം. ഓക്കെ, എത്ര ദിവസത്തിന്? 45 ദിവസം. അപ്പൊ അവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം, സംസ്ഥാനത്തിന്റെ വിധിയുടെ മേൽ അപ്പീലിന് പോകണമെങ്കിലോ ദേശീയത്തിന്റെ വിധിയുടെ മേൽ അപ്പീലിന് പോകണമെങ്കിലോ 30 ദിവസത്തിനുള്ളിൽ പോയിരിക്കണം. ജില്ലയാണെങ്കിൽ കുറച്ച് ഇളവ് കിട്ടും, 45 ദിവസം കിട്ടും. ജില്ലാ തർക്കപരിഹാര കമ്മീഷന്റെ വിധിക്ക് മേൽ മേൽക്കോടതിയിൽ അപ്പീലിന് പോകണമെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ പോയാൽ മതി. പക്ഷേ സംസ്ഥാനത്തിലും ദേശീയ തലത്തിലുമുള്ള വിധിയുടെ മേൽ അപ്പീലിന് പോകണമെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ തന്നെ അപ്പീലിന് പോയിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കമ്മീഷനിൽ അധ്യക്ഷൻ ഉൾപ്പെടെ കുറഞ്ഞത് എത്ര പേരുണ്ടായിരിക്കണം? 5 പേര്. ഞാൻ പറഞ്ഞു, ദേശീയ തലത്തിലാണെങ്കിൽ അധ്യക്ഷൻ ഉൾപ്പെടെ 3 പേര് മതി. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും അധ്യക്ഷൻ ഉൾപ്പെടെ 5 പേർ വീതം വേണം. ഓക്കെ, അടുത്ത ചോദ്യം, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കമ്മീഷന്റെ പരിധിയിൽ എത്ര രൂപ വരെയുള്ള കേസുകളാണ് പരിഗണിക്കുന്നത്? 50 ലക്ഷം മുതൽ 2 കോടി വരെ. 50 ലക്ഷം മുതൽ 2 കോടി വരെയുള്ള കേസുകളാണ് സംസ്ഥാന തലത്തില് പരിഗണിക്കുന്നത്. ജില്ലാ തലത്തിലാണെങ്കിലോ അപ് ടു 50 lakhs അല്ലെ, 50 ലക്ഷം വരെയാണ് ജില്ലാ തലത്തിൽ പരിഗണിക്കുന്നത്. സംസ്ഥാന തലത്തില് 50 ലക്ഷം മുതൽ 2 കോടി വരെയുള്ള കേസുകൾ. ഇനി സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷന്റെ വിധിക്ക് മേൽ പരാതിക്കാരന് എത്ര ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാം? 30 ദിവസം അല്ലെ, 30 ദിവസം. അടുത്തത്, ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ അധ്യക്ഷൻ ഉൾപ്പെടെ 5 പേര്. ഞാൻ പറഞ്ഞു, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും 5 പേര് അധ്യക്ഷൻ ഉൾപ്പെടെ, ജില്ലാ തലത്തിലെ അധ്യക്ഷൻ ഉൾപ്പെടെ 3 പേര് മതി. ഇനി അടുത്ത ചോദ്യം, ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന്റെ പരിധിയിൽ വരുന്നത് എത്ര രൂപയ്ക്ക് മുകളിലുള്ള കേസുകളാണ്? 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള കേസുകൾ ദേശീയ തലത്തിൽ, 50 ലക്ഷം മുതൽ 2 കോടി വരെ സംസ്ഥാന തലത്തിൽ, 50 ലക്ഷം വരെയാണെങ്കിൽ ജില്ലാ തലത്തിൽ. ഓക്കെ, ഇനി ജില്ലാ തലത്തിൽ അപ്പീലിന് പോകാൻ 45 ദിവസം, സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമാണെങ്കിലോ 30 ദിവസമേ ഉള്ളൂ അല്ലെ. അടുത്ത ചോദ്യം അതാണ്, ദേശീയ ഉപഭോക്തൃ കോടതിയുടെ വിധിക്ക് മേൽ പരാതിക്കാരൻ എത്ര ദിവസത്തിനുള്ളിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകണം? 30 ദിവസം. ഈ ദേശീയ ഉപഭോക്തൃ കോടതി വരെ പോയിട്ട് നീതി ലഭിച്ചില്ല എങ്കിൽ നേരെ എവിടെ ഇനി പോകാനുള്ളൂ? ബാക്കി സുപ്രീം കോടതിയിലേ ഉള്ളൂ. അങ്ങനെ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകണമെങ്കിലും 30 ദിവസം ഉണ്ട്. ഓക്കെ, 30 ദിവസമാണെന്നും ഓർത്തിരിക്കുക. അടുത്തത്, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തർക്കപരിഹാരത്തിനായി ഒരു ഇന്ത്യൻ പൗരന് സമീപിക്കാവുന്ന ഏറ്റവും ഉയർന്ന കോടതിയാണ് സുപ്രീം കോടതി. ഓക്കെ, അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം എത്ര വർഷത്തിനുള്ളിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് കേസെടുക്കാൻ സാധിക്കുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ, 2 വർഷം. 2 വർഷത്തിനുള്ളിൽ നടന്ന സംഭവം മാത്രമാണെങ്കിലേ കേസെടുക്കാനും പരാതി കൊടുക്കാനും നിർവാഹമുള്ളൂ. അടുത്തത്, ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ പരമാവധി എത്ര ദിവസങ്ങൾ കൊണ്ടാണ് ഒരു കേസ് തീർപ്പാക്കേണ്ടത്? 3 മാസം. എന്നാൽ ശ്രദ്ധിച്ചിരിക്കുക, ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ഒരു കേസ് 3 മാസത്തിനുള്ളിൽ തീർപ്പാക്കണം എന്നാണ് നമ്മുടെ നിയമത്തിൽ പറയുന്നത്. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവുകൾ ശേഖരിക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമായി വരികയാണെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിൽ കാലതാമസം എടുക്കാമെന്നും ഇവിടെ പറയുന്നുണ്ട്. പൊതുവെ 3 മാസത്തിനുള്ളിൽ ഒരു കേസ് തീർപ്പാക്കണമെന്ന് പറയുന്നു. എന്നാൽ തെളിവ് ശേഖരണത്തിന്റെയൊക്കെ ഭാഗമായിട്ട് കുറച്ച് സമയം എടുക്കേണ്ടി വന്നാൽ ആവശ്യമായ കാലതാമസം എടുക്കാമെന്നും ഈ നിയമത്തില് പറയുന്നുണ്ട്. അടുത്ത ചോദ്യം, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ അധ്യായം 5 പറയുന്നത് മധ്യസ്ഥതയെ പറ്റിയാണ്. നമ്മൾ 2 പറഞ്ഞു, സമിതി പറഞ്ഞു, 3 അതോറിറ്റിയെ പറ്റി പറഞ്ഞു, 4 എന്താണ് പറഞ്ഞത്? തർക്കപരിഹാര കമ്മീഷനെ പറ്റി 4 പറഞ്ഞു, 5 പറയുന്ന എന്താണ്? മധ്യസ്ഥതയെ പറ്റി പറയുന്നു. അടുത്തത്, ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന് പുറത്തു വെച്ച് ഒരു കേസ് ഒത്തുതീർപ്പായാൽ അതിന്മേൽ അപ്പീൽ നൽകണമെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ നൽകണം? പുറത്തു വെച്ചൊക്കെ കേസ് ഒത്തുതീർപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പീലിന് പോകാൻ പറ്റുമോ? എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നെ ഇല്ല. അപ്പൊ ഉത്തരം എന്താണ്? പരാതിക്കാരന് അപ്പീൽ നൽകാൻ
സാധിക്കില്ല, അപ്പീൽ നൽകാൻ ആവില്ല. ഓക്കെ, എവിടെ പുറത്ത് വെച്ച് ഒരു കേസ് ഒത്തുതീർപ്പായാൽ അപ്പീലിന് പോകാനായിട്ട് പറ്റത്തില്ല. അടുത്ത ചോദ്യം, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉൽപ്പന്ന ബാധ്യതയെ കുറിച്ച് പറയുന്ന അധ്യായം, ഉൽപ്പന്ന ബാധ്യതയെ കുറിച്ച് പറയുന്നത് അധ്യായം 6 തൊട്ട് മേളിൽ എന്താ അധ്യായം 5 പറഞ്ഞത്? മധ്യസ്ഥതയെ പറ്റിയാണ് അല്ലെ. അധ്യായം 6 പറയുന്നു എന്ത്? ഉൽപ്പന്ന ബാധ്യതയെ പറ്റി പറയുന്നു. എന്താണെന്ന് നോക്കാം. ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം ഉപഭോക്താവിന്റെ ജീവനോ സ്വത്തിനോ ഏതെങ്കിലും വിധത്തിൽ അപകടപ്പെടുത്തുന്നതാണെങ്കിൽ ഉൽപ്പന്നത്തിന്റെ നിർമ്മാതാവിന് അല്ലെങ്കിൽ വിൽപ്പനക്കാരന് അതിന്റെ ബാധ്യത ഉണ്ടായിരിക്കും എന്നതാണ് ഉൽപ്പന്ന ബാധ്യത അഥവാ പ്രോഡക്റ്റ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം ഉപഭോക്താവിന്റെ ജീവനോ സ്വത്തിനോ ഏതെങ്കിലും വിധത്തിൽ അപകടപ്പെടുത്തുന്നതാണെങ്കിൽ ഉൽപ്പന്നത്തിന്റെ നിർമ്മാതാവിന് അല്ലെങ്കിൽ വിൽപ്പനക്കാരന് അതിന്റെ ബാധ്യത ഉണ്ടായിരിക്കും. അതാണ് ഉൽപ്പന്ന ബാധ്യത അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലയബിലിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം 5 ലക്ഷം രൂപ വരെയുള്ള കേസുകൾക്ക് അപേക്ഷാ ഫീസ് എത്രയാണ്? നമ്മൾ പഠിച്ചല്ലേ, 5 ലക്ഷം വരെയുള്ള കേസുകൾക്ക് അപേക്ഷാ ഫീസ് ഉണ്ടോ? ഇല്ല. അടുത്തത്, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള കേസുകൾക്കോ 200 രൂപ. എത്ര? 200 നമ്മൾ പറഞ്ഞു. ഇനി ഈ ചോദ്യങ്ങളെല്ലാം ഉത്തരം നിങ്ങൾ പറഞ്ഞു നോക്കണം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെയാണെങ്കിലോ? 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെയാണെങ്കിൽ 1000 രൂപ. അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം 1 കോടിക്ക് മുകളിൽ 2 കോടി വരെയുള്ള കേസുകൾക്കാണെങ്കിൽ 2500 രൂപ. 2500 രൂപയാണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ് എന്നിവയിൽ നിന്ന് ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിനുള്ള അവശ്യ സാധന നിയമം. എന്താണ്? അവശ്യ സാധന നിയമം പാസാക്കപ്പെട്ട വർഷമാണ് 1955. 1955 അവശ്യ സാധന നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള അവശ്യ സാധന ഭേദഗതി നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2020. റെയർ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 55 അവശ്യ സാധന നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് അവശ്യ സാധന ഭേദഗതി നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2020. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് അനുബന്ധ കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കിയിട്ട് വരാം. സാധന വിൽപ്പന നിയമം 1930. എന്താണ് നോക്കാം. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു. ഗ്യാരണ്ടി, വാറന്റി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഈ നിയമത്തിന്റെ പരിധിയിൽ പെടുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. സാധന വിൽപ്പന നിയമം 1930 സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു. ഗ്യാരണ്ടി, വാറന്റി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഈ നിയമത്തിന്റെ പരിധിയിലാണ് വരുന്നത്. അടുത്തത്, കാർഷികോൽപ്പന്ന ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് നിയമം 1937. കാർഷികോൽപ്പന്ന നിയമം, അതായത് ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് നിയമം 1937. കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്ന നിയമം ഇതനുസരിച്ചിട്ടാണ് അല്ലെ. ഈ നിയമം അനുസരിച്ചിട്ടാണ് എന്ത്? കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നത് 1937 കാർഷികോൽപ്പന്ന ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് നിയമം അനുസരിച്ചിട്ട്. അടുത്തത്, അവശ്യ സാധന നിയമം 1955. കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഈ നിയമം ഉപഭോക്താവിനെ സംരക്ഷണം നൽകുന്നു. നമ്മൾ പറഞ്ഞല്ലേ 2020 ഇത് ഭേദഗതി ചെയ്തല്ലേ. 2020 ഈ നിയമം ഭേദഗതി ചെയ്തു എന്നും പഠിച്ചല്ലേ. എന്താണ് അവശ്യ സാധന നിയമം 1955? എന്താണ്? കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഈ നിയമം ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നു. അടുത്തത്, അളവ് തൂക്ക നിലവാര നിയമം 1976. അളവ് തൂക്ക നിലവാര നിയമം 1976 അളവിലും തൂക്കത്തിലുമുള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിനുള്ള നിയമം ഉപകരിക്കുന്നു അല്ലെ. അളവിലും തൂക്കത്തിലും ഉള്ള കബളിപ്പിക്കലുകൾ തടയാൻ വേണ്ടി ഈ നിയമം ഉപകരിക്കുന്നു. എന്താണ്? അളവ് തൂക്ക നിലവാര നിയമം 1976 അളവിലും തൂക്കത്തിലുമുള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിനുള്ള നിയമമാണിത് അല്ലെ. ഒന്നുകൂടെ പറയാം. സാധന വിൽപ്പന നിയമം 1930. അതുപോലെ തന്നെ കാർഷികോൽപ്പന്ന ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് നിയമം 1937. അവശ്യ സാധന നിയമം 1955. ഇത് 2020 കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. ഇനി അളവ് തൂക്ക നിലവാര നിയമം 1976. ഇതിന്റെ വിശദീകരണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടെ കേട്ട് പഠിക്കണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളാണ്. ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും. ഓക്കെ, നോക്കാം. ലീഗൽ മെട്രോളജി വകുപ്പ് അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. ലീഗൽ മെട്രോളജി വകുപ്പ്
അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്താ ചെയ്യുന്നത്? ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നു. അടുത്തത് കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നു. മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്ന ആരാണ്? കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി. അടുത്തത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് എന്താ ചെയ്യുന്നത്? മരുന്നുകളുടെ സുരക്ഷിതത്വം, ഗുണമേന്മ എന്നിവ ഉറപ്പുവരുത്തുന്നു. അടുത്തത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്താ ചെയ്യുന്നത്? ഉൽപാദനം, വിതരണം, വിൽപ്പന, സംഭരണം, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ധർമ്മം എന്താണ്? ഉൽപാദനം, വിതരണം, വിൽപ്പന, സംഭരണം, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നു. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് എന്താ ചെയ്യുന്നത്? മരുന്നുകളുടെ സുരക്ഷിതത്വം, ഗുണമേന്മ എന്നിവ ഉറപ്പുവരുത്തുന്നു. കേന്ദ്ര ഔഷധ വില നിയന്ത്രണ അതോറിറ്റി എന്താ ചെയ്യുന്നത്? മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നു. ലീഗൽ മെട്രോളജി വകുപ്പ് എന്താ ചെയ്യുന്നത്? അളവ് തൂക്ക നിലവാരം ഉറപ്പ് വരുത്തുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം വ്യാജ വസ്തുക്കൾ വിപണനം ചെയ്യുന്നവർക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ. വ്യാജ വസ്തുക്കളൊക്കെ ഉണ്ടാക്കി നൈസായിട്ട് വിൽക്കുന്നവരുണ്ട് അല്ലെ, അവർക്ക് കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ പിഴയും 1 വർഷം തടവും. 3 ലക്ഷം രൂപ പിഴയും 1 വർഷം തടവും ലഭിക്കും. ഓക്കെ. അടുത്തത് ഉപഭോക്തൃ പരാതികൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലാണ് ഈ ധാക്കിൽ. എന്താണ് ഈ ധാക്കിൽ എന്ന വെബ് പോർട്ടലാണ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ ധാക്കില് ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ്? ഉപഭോക്തൃ പരാതികൾ ഓൺലൈനായി സമർപ്പിക്കാനുള്ള ഒരു വെബ് പോർട്ടലാണ് ഈ ധാക്കിൽ. ഓക്കെ. അടുത്തത് അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നത് നമ്മൾ പറഞ്ഞു, എന്താണ്? ലീഗൽ മെട്രോളജി വകുപ്പാണ്. ഇന്ത്യയിൽ മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നത് ആരാണ്? കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റിയാണ്. അടുത്തത് ഇന്ത്യയിൽ മരുന്നുകളുടെ ഗുണനിലവാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന ആരാണ്? ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ്. ഈ ചോദ്യത്തോടു കൂടി ഉപഭോക്തൃ സംരക്ഷണ നിയമം അഥവാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്ന ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ 55 ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും കുറച്ച് അധിക നോട്ടുകളും കൂടി ചേർത്താണ് ഈ ക്ലാസ് നമ്മൾ പഠിച്ചത്. ക്ലാസ്സുകളെല്ലാവരും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അതുപോലെ ഇതോടൊപ്പം മനുഷ്യാവകാശ സംരക്ഷണ നിയമം, വിവരാവകാശ സംരക്ഷണ നിയമത്തെപ്പറ്റി ഞാൻ ഈ സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കൂടി ഇതോടൊപ്പം ചേർത്ത് പഠിച്ച് പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ഈ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന ക്ലാസ് ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് എല്ലാ വസ്തുതകളും ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തതെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും പോരായ്മകൾ, തെറ്റുകൾ ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണമെന്നും അതുപോലെ ക്ലാസ്സുകൾ കാണുന്ന ഏവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും അവരെ കൂടി നമ്മുടെ ചാനലിൻ്റെ ഭാഗമാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്ന ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.